ഒരിക്കൽ തടസ്സപ്പെടുത്തിയതാണ്. എന്നിട്ട് ഇവർക്ക് അതൊരു പിന്നെ അത് ശരിയാവും. ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ പ്രവൃത്തിയിൽ വലഞ്ഞ മലയോര ജനത. കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും പ്രവൃത്തിയിലെ മെല്ലെപ്പോക്ക് ജനങ്ങൾക്ക് ഏറെ വെല്ലുവിളി ആവുകയാണ്. കണ്ടകശ്ശേരി പാലത്തിൽ നടത്തുന്ന പൈപ്പ് ലൈൻ പ്രവൃത്തി തടഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. കാലവർഷത്തിന് മുൻപെങ്കിലും ദ്രുതഗതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നും അവർ അറിയിച്ചു. ഇപ്പം ഞങ്ങൾ മെയ് മാസം 2-ാം തീയതി ഇവിടെ റോഡ് ഈ പണി തടഞ്ഞതാണ്, വെള്ളത്തിൻ്റെ പണി. അപ്പോൾ അവരന്നേരം ഉറപ്പ് പറഞ്ഞത് പെട്ടെന്ന് പണി തുടങ്ങുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് 2-ാം തീയതി തടഞ്ഞിട്ട് അവർ 8-ാം തീയതിയാണ് പണി തുടങ്ങിയത്. 8-ാം തീയതി പണിക്ക് ആൾ വന്നു, വണ്ടി കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. പിറ്റേ ദിവസം ആദ്യം വന്ന് ഇതന്നെ അവസ്ഥയുണ്ടായത്. അപ്പോൾ ഇപ്പം ഗുരുതരമായ വീണ്ടും അതേ സ്ഥിതിയിലേക്കാണ് നമ്മളെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി പണിയെടുക്കാൻ വിടില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങൾ മെമ്പർമാരെല്ലാം കൂടി എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് മറ്റ് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഒരു ഇതല്ലേന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത്. പക്ഷേ പഞ്ചായത്തിലാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. ഞങ്ങൾ 8-9 കിലോമീറ്ററോളം വരുന്ന റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ച് ജലജീവൻ മിഷൻ്റെ അവർ നശിപ്പിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. ശരിക്കും നശിപ്പിക്കൽ തന്നെയാണ്. അത് റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഇവരുടെ കയ്യിലുണ്ടെങ്കിലും അതവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇതുമായിട്ട് നമ്മളിപ്പം ആദ്യം വരേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ 1 മണിക്ക് വീണ്ടും 1 മണിക്കൂർ സമയം അവർ ചോദിച്ചിട്ടുണ്ട്, വണ്ടി എത്തി പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ പണി ആരംഭിച്ചില്ലെങ്കിൽ ഇവരുടെ മിഷനറീസ് ഉൾപ്പെടെ ഞങ്ങൾ ജപ്തി ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഒരു കാരണവശാലും പണി ഇനി നമ്മുടെ പഞ്ചായത്തിൽ വെച്ചിട്ട് ഇവർക്ക് പണിയെടുക്കാൻ പറ്റില്ല. പല ഭാഗങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. പൂവത്തിൻ്റെ അടുത്തു നിന്നാണ് ഈ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ് വരുന്നത്, ഊരത്തൂരിലേക്കാണ് വരുന്നത്. ഊരത്തൂർ റോഡ് ഇപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. റോഡ് നേരെ ക്രോസ് ചെയ്തെടുത്ത് ആദ്യം മണ്ണ് മാത്രം ഇട്ടത് ഫില്ലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ വലിയ കല്ല് കൊണ്ടിട്ടിട്ടാണുള്ളത്. കുട്ടികൾ ഉൾപ്പെടെ അവിടെ വീഴുന്നൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് വളരെ ദുസ്സഹമാണ്. ഇപ്പം ബ്ലാത്തൂർ സ്കൂളിൻ്റെ മുന്നിൽ പൊളിച്ചിട്ടു. അതിപ്പം സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് റീസ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും വലിയ അപകടത്തിലേക്കാവണം. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ ദുരിതത്തിലേക്കാക്കുന്ന ഒരു അവസ്ഥയാണ്. പഞ്ചായത്തിൻ്റെ അകത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. അപ്പോൾ അത് കരാറുകാരൻ എന്ന രീതിയിൽ ഈ അൻപു എന്ന് പറയുന്ന കരാറുകാരനെ ഞങ്ങൾ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നിരുത്തരവാദപരം എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും നിരുത്തരവാദപരമായിട്ട് കാണുന്ന സമയത്ത് ഇന്ന സമയത്ത് ചെയ്യും, ഇപ്പം ചെയ്യും എന്നെല്ലാം പറഞ്ഞ് പഞ്ചായത്തിലെല്ലാം വരുന്നുണ്ട്. സെക്രട്ടറി മുമ്പാകെ എല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഇപ്പോൾ അവർ പറയുന്ന പണിക്കാരില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അത് നമ്മളെ ഇതിൽ വരുന്നില്ല. ആ ഒരു എക്സ്ക്യൂസ് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പണിക്കാരെ ഉണ്ടാക്കേണ്ടതും പണിയായുധങ്ങൾ ഉണ്ടാക്കേണ്ട ചുമതല ഇത് ഏറ്റെടുത്ത ആൾക്കാണ്, പഞ്ചായത്തിനല്ല. പഞ്ചായത്ത് അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ് ഈ 3-4 വർഷക്കാലമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പണ്ട് വകയിരുത്തിയിട്ട് ടെൻഡർ വിളിച്ചിട്ട് കരാറുകാർ എടുക്കാത്ത അവസ്ഥയാണ്. ഈ ജലജീവൻ മിഷൻ്റെ പൈപ്പ് പോകുന്നത് കൊണ്ട് ഞങ്ങൾ എടുക്കൂല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് റോഡ് പണിക്കാർ പോലും നിൽക്കുന്നത്. അതുകൊണ്ട് അത്രയും ദുരിതം ഞങ്ങളെ പഞ്ചായത്ത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു വിട്ടുവീഴ്ചക്ക് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നിയമസഭാ ഇലക്ഷൻ ബന്ധപ്പെട്ടിട്ട് തൊഴിലാളികൾ പോയവർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ തൊഴിലാളികളുടെ ലഭ്യത കുറവാണ് ഈ റിസോർവേഷൻ താമസിക്കാൻ വേണ്ടിയുള്ള കാര്യം. ഇന്ന് അവർ വന്ന് ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങും. നല്ലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. വണ്ടി റിപ്പയർ അങ്ങനെ ചെയ്തില്ല. പിന്നെ നിങ്ങളെ വണ്ടി അടക്കം മൂവ് ചെയ്യില്ലേ? ഞാൻ നിർത്തിക്കണം, നാളെ നിർത്തുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറയണ്ട, ഞാൻ നിർത്തിക്കോളാം. വണ്ടി ഒഴിച്ചുകൊണ്ട് അങ്ങനെ നടക്കില്ലട്ടാ.